അയാൾ മലയാളി തന്നെ. ഹലോ ഹലോ, ഞാനിപ്പോ ട്രെയിനിലാണ്. ഇത് ആരാണിപ്പോ വിളിക്കുന്നത്? ഞാനാണ് വിളിക്കുന്നത്. അത് ശരി, ഇത്ര അടുത്ത് നിന്നാണ് താൻ ഫോണിൽ വിളിച്ച് സംസാരിക്കണത്. ഞാൻ ഫോണിലല്ല, നേരിട്ടാണ് ഹലോ എന്ന് വിളിച്ചത്. ഓ, എന്താ കാര്യം? എന്താ? ഇതെന്റെ സീറ്റാണ്. വീട്ടിൽ നിന്ന് കൊണ്ടെന്നാ? ഇത് എന്റെ പേരിൽ ബുക്ക് ചെയ്ത സീറ്റാണ്. ഓഹോ, എന്തെങ്കിലും കാണാണ്ട് അല്ല, പോയല്ല. ഈ സീറ്റിൽ എവിടെയാണ് തന്റെ പേര് എഴുതി വെച്ചങ്ങനെ നോക്കിയതാ? അതെ ശരി, എന്റെ പേരെഴുതി ചാർട്ട് പുറത്തിരിപ്പുണ്ട്. പുറത്തിരുന്നോന്ന് ആണോ? ഒരു വകതിരിവില്ലാത്ത മലയാളി. ഏതോ സ്വപ്നം പോൽ മഴവിൽ തിരി നീട്ടിയ പോലെ ആരോ ആരോ നീ. ഓഹോ, കഞ്ചി ഞാനെവിടെയാ? സോറി. മലയാളിയാ? മലയാളിയാണല്ലേ? അതാ സഹായിച്ച ആളെ പിടിച്ച് താഴേക്ക് വലിച്ചിട്ടത്. റിയലി സോറി. സോറി അല്ല, കീറി. അപ്പോൾ മൊത്തം കീറി. എന്തൊക്കെയായിരുന്നു ഇവിടെ? കമോൺ കമോൺ എവരിബഡി, കം ഫാസ്റ്റ്, കംഫർട്ട് സ്റ്റേഷൻ. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, ഈ റോട്ടിൽ കൂടി പോണ പെമ്പിള്ളേരെ മുഴുവൻ ട്രെയിനിൽ വലിച്ചു കയറ്റാൻ നീ ആരാ? ഷാറുഖ് ഖാനാ? കൈവിട്ടിട്ട് മാറിക്കണം. കുട്ടി, ഞാനാണ് ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. കുട്ടി അകത്തേക്ക് കയറിക്കോളൂ, കയറിക്കോളൂ. താങ്ക് യു. ആ, മലയാളി ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി. അതെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഞാൻ ട്രെയിനിന്റെ ചങ്ങല വലിച്ചു നിർത്തിയത്. എനിക്ക് എന്റെ നാട് വരെ എത്തുമ്പോഴത്തേക്ക് ഒരു നേരം പോക്ക് വേണം. ജസ്റ്റ് ഫോർ എ ടൈം പാസ്. കിട്ടാ? പറയരുത് പ്ലീസ്, പറയരുത്. എനിക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ടേ? അല്ലാതെ അകത്തിയകത്ത് തരാം. ഞാൻ അകത്താക്കി തരാം. ട്രെയിനകത്ത് പ്ലീസ് പ്ലീസ്, പറയരുത് പറയരുത്. आपको मालूम है कौन से खींचा? मुझे पता नहीं, मगर एक आदमी इधर से भाग के चला गया. साले चल. എന്തേടോ? ആ, എന്നെ വരയ്ക്കാൻ തോന്നണം. അയ്യോ.
എന്റെ ദൈവം ഇതെന്തേ വരച്ചു വെച്ചേക്കണത്? കറക്റ്റ് ആണിത്. ആ കൈ എങ്ങനെ പിടിച്ചത്? ഇങ്ങനെ കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഈ പടം. അതെടുക്കരുത്. അത് ഞാനാണ്. അല്ല ഞാനല്ല. കറക്റ്റ് ആണ്, താൻ തന്നെയാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സീറ്റിലിരിക്കുന്ന സുന്ദരിയായ യുവതി ഇയാളെ നോക്കി വരച്ച ചിത്രമാണിത്. എങ്ങനെയുണ്ട്? മോശമാക്കരുത്. എടോ അയ്യോ, ദേഖോ ദേഖോ, യേ ഉസ്കാ ചഹരാ ഹൈ. ബന്ദർ ഹൈ ബന്ദർ. അതേ കണ്ണുകൾ, അതേ മൂക്ക്, അതേ ചെവി, അതേ ചുണ്ട്. എന്റെ പൊൻ. ആ, കുട്ടി ഇത്രയും വലിയ കലാകാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ മുഖം അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കണത്. ഒളിച്ചിൻ ചെയ്ത് വെച്ച പാല് പോലും കണ്ടുപിടിച്ചില്ലേ? കൺഗ്രാറ്റുലേഷൻ. തരില്ല. ഓക്കെ. അയ്യോ, വേണമെങ്കി പോവാണോ? അതെ, ഒന്ന് നിന്നേ, ഒന്ന് നിക്കൂ. അയാള് പറയുന്ന കേട്ട് വിഷമായോ? കുട്ടിയെ മീറ്റ് ചെയ്തപ്പോ മുതല് ഞാൻ വെറുതെ ഫൂളായിക്കൊണ്ടിരിക്കും. ഞാൻ കരുതി ജന്മന ഫുള്ളാണെന്ന്. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. യു ആർ റിയലി സ്മാർട്ട്. പക്ഷേ ഒരു സംശയം. ആ, എന്നെ വരച്ചപ്പോ കൊരങ്ങിനെ പോലെ വന്നെന്താ? കൊരങ്ങിനെ നോക്കി വരച്ച കൊരങ്ങിനെ പോലെയല്ലേ വരുള്ളൂ. അപ്പോ എന്നെ കണ്ട കൊരങ്ങിനെ പോലെ ഉണ്ടോ? അയ്യോ, ഞാൻ ദാ ആ കൊരങ്ങിനെ നോക്കിയാ വരച്ചത്. ആ, ആ? ആ, ഛെ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ രാമ. രാമാന്നോ? എന്റെ പേരറിയോ? അയ്യോ, ഞാൻ ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് രാമൻ എന്നാ. ആ, മുഴുവൻ പേര് രാമചന്ദ്രൻ. അത്രയ്ക്ക് അടുപ്പുള്ളവരെന്നെ രാമു എന്ന് വിളിക്കും. എങ്കിൽ ഞാൻ രാമു എന്ന് വിളിക്കാം. എത്ര പെട്ടെന്നാ നമ്മൾ തമ്മിൽ അടുത്തത് എന്റെ കൃഷ്ണ. കൃഷ്ണന്നോ? ഇയാൾക്ക് എന്റെ പേരറിയോ? ആ, ഞാനും ഈശ്വരനെ വിളിച്ചതാ. ഓ, എന്റെ പേര് കൃഷ്ണ എന്നാ. മുഴുവൻ പേര് കൃഷ്ണേന്ദു. ഓ. കൂടുതൽ അടുപ്പമുള്ളവര് കൃഷ്ണ എന്ന് വിളിക്കും. എങ്കിൽ ഞാനും കൃഷ്ണ എന്ന് വിളിക്കും. ഷോർ. ഹലോ. ഹലോ. ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂന സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളില് 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. ആ, പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പേടിച്ച് നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വടിയായാലും മതി. എന്റെ പോടും. ഓ, ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം. അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിലാ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ പൂനെയിൽ പോസ്റ്റ് ഓഫീസ് ഇല്ലേ? കളിക്ക് കളിക്ക് കളി കളി കളി. അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. ആഹാ, അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽ കാ പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. നേ സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ ഈ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. ആ, കിത്തനെ? 30 रुपए. 30 रुपया? हाँ. डिस्काउंट नहीं है? नहीं, डिस्काउंट नहीं है. हाँ. ये केरल का नारियल पानी है? ये पोल्लाची का है. പൊള്ളാച്ചി का? हाँ, ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? क्या आदमी है साला? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ.
ഈ നിത്യാഭ്യാസി ആന എടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? പോടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നത്. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ മാവന്റെ വയറ് തടഞ്ഞു തന്നെ. അയ്യോ അയ്യോ അയ്യോ. കുട്ടി പെട്ടെന്ന് പെൻസിൽ പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാൻ മലയും വന്നിട്ട് കൂടെ ഫിഗറാ. ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. എന്നാൽ ഇത് എവിടെന്ന്? നാരിയൽ പാനി. ഇതെങ്ങനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. വാവ്. മുട്ടണ്ട, തുറക്കില്ല. അതല്ല, എന്തോ ഒരു സാധനം നേരെ വന്ന് എന്റെ തലയിലിടിച്ച്. നേരെ ചൊവ്വേന്ന് മംഗൾയാൻ വന്നിടിച്ചത്. അതൊന്നും അല്ല. ഈ അല്ല. കുടിക്കൂ. താങ്ക് യു. ഞാനിത് വലിച്ച് കീറട്ടെ? വേണ്ട, ട്രെയിൻ പാവോ. എന്നാലും വേണ്ടെന്ന്. എന്നാ തന്നെ വലിച്ച് കീറട്ടെ? അയ്യോ, അതൊട്ടും വേണ്ട. ഈ സ്റ്റേഷനില് ചായ ചായ പഴയ പഴം ഒന്നുമില്ലേ? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. അയ്യോ. എന്താ ഇത്? കുത്തബ് മീനാറോ? രുദ്ര, എന്താ ഇതൊക്കെ? ഞാൻ ഇന്നലെ വന്ന് റൂം എടുത്തല്ല സെറ്റപ്പാക്കി. എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്ത ഭക്ഷണം മോക്ക് തരണമെന്നാ മുതലാളി പറഞ്ഞ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഏർപ്പാടാക്കാം. കുറവാ? ഇത് തന്നെ 10 പേർ കഴിക്കാനുണ്ട്. ഒറ്റയടിക്ക് കഴിക്കൂ. കണ്ടാ പറയില്ലട്ടാ. കേട്ടില്ലേ? ഇത് കണ്ട എല്ലാരും എന്നെ കളിയാക്കും. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? അത് ഹലോ അച്ഛാ. മോള് രുദ്രനെ ചീത്ത വിളിക്കുകയാണോ? എന്തിനാ അച്ഛാ ഇത്രയും ഭക്ഷണം കൊടുത്തു വിട്ടത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എനിക്കത് കുറവായിട്ടാ തോന്നിയത്. അച്ഛാ, മോള് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഉറക്കം ഒഴിച്ച് പടം വരച്ച് ആരോഗ്യം കളയരുത്. എന്തു പറ്റി? അച്ഛൻ വഴക്കു പറഞ്ഞു. പടം വരയ്ക്കുന്നത് അച്ഛന് ഇഷ്ടല്ല. ഈശ്വരൻ തന്ന ഈ കഴിവ് ഒരു അനുഗ്രഹമായിട്ടല്ലേ കാണേണ്ടത്. വിഷമിക്കണ്ട, എനിക്കിഷ്ടായി. അതെ, നല്ല വിശപ്പുണ്ട്. ഇതിന്ന് കുറച്ച് ഭക്ഷണം തന്നാ ഞാനത് കഴിച്ചിട്ട് എവിടെയെങ്കിലും മിണ്ടാതെ കിടന്നോളാം. നല്ല ടേസ്റ്റ്. കുറച്ച് കൂടുന്നോ? കുറച്ച് കൂടുതലുണ്ട്. തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ഏയ് ചേട്ടാ, കഴിക്കേ. ആ സാമ്പാർ കെടുക്കും ഇങ്ങോട്ട് കുത്തി വഴി മറിക്കങ്ങോട്ട് തോണ്ടി കളിക്കണ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലമില്ല എനിക്ക്. ശീലണ്ട. ജയിലിൽ നിന്നാണോ വരുന്നേ? മിക്കവാറും ഞാൻ ജയിലിൽ പോകും. കുഞ്ഞ്, ഞാൻ അപ്പുറത്തെ ബോഗയിലുണ്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ചേട്ടാ. വിളിക്കാം. താങ്ക്സ് മസലേട്ടാ. ഓ ഓ. ഇതെന്ത് ജീവി? ഒരു മങ്കി ക്യാപ്പ് വെച്ചിരിക്കണ കണ്ട? എന്നാന്ന്? മങ്കി ക്യാപ്പ് ഇട്ടിട്ട് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ആലോചിക്കായിരുന്നു. ഫാൻ കറങ്ങുന്നില്ലല്ലോ. ശരിയാ, കറങ്ങണില്ല. ഞാനൊന്ന് നോക്കാം. ഏയ് വേണ്ട, സാരില്ല.
സാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാം. സാരില്ലെന്ന കുട്ടി പറഞ്ഞില്ലേ, പിന്നെ തനിക്കെന്താണോ? സാരുണ്ട്, ഇത് ശരിയാക്കി ഇവിടെ എല്ലാവർക്കും കാറ്റ് കിട്ടൂലേ? ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിക്കുമ്പോ അപ്പ കയറി അങ്ങോട്ട് മുടക്കിക്കോളും. കൊനഷ്ടൻ. എന്താണോ ഈ ഫാൻ കറങ്ങിയ തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു മിനിറ്റ്, ചേച്ചി ഉറങ്ങിക്കോളൂ. കൃഷ്ണ, ലൂസ് കോണ്ടാക്ട്. സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കേ. ഒരു അശ്രദ്ധ മൂലം കാറ്റ് കിട്ടാണ്ട് പോയനെ ഇപ്പൊ. ബ്രെയിനെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. യൂസ് ചെയ്യണം ജസ്റ്റ് കോമൺ സെൻസ്. എവിടെ ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. തനിക്കൊക്കെ എന്തിന്റെ കേടാടോ? മര്യാദക്ക് വെളിച്ചത്തിൽ ചേച്ചി ആ പാവത്തിനെ ചീത്ത പറയല്ലേ. ഇവിടെ ഇട്ട് ചവിട്ടിക്കുട്ടി കുഴക്കും ഞാൻ ഇന്നവനാ. അവന്റെ അമ്മയുടെ കോമൺ സെൻസ്. നീ ആരാ? പള്ളി ബസ്സിൽ എഞ്ചിനീയറാ? പോയി മേനകെട്ടവൻ മൊത്തത്തിൽ ഇരുട്ടാക്കിയിട്ട് ബാക്കിയുള്ളവന്റെ സീറ്റ് എവിടെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. എനിക്കറിയാം എന്റെ സീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. എന്താടി കാണിക്കുന്നേ? ക്ഷമിക്കണം മകളെ, ഇരുട്ടത്ത് എനിക്കിങ്ങനെ പറ്റാറുള്ളതാ. സീറ്റേ എവിടെയാണ് സീറ്റ്? കാശ് കൊടുത്താലും ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റില്ല. കറണ്ടും വന്നല്ല. താങ്ക് ഗോഡ്. കുറച്ചു മുമ്പ് നിങ്ങളൊക്കെ ഈ മനുഷ്യനോട് ചൂടായി. ഈ ട്രെയിൻ ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമായിരുന്നോ? അതെ, സോറി. അന്നപൂർണേശ്വരിയ തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം അയച്ച. വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി? എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്. ഇവിടെ
മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ. ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ, ഇത് വീടത് കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക് അല്ലേ? ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമു, രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് അച്ചിത്തപ്പേര്. എഴുന്നേറ്റേ. ആ, കണ്ടില്ലേ ടോക്കൊന്ന് ഉറപ്പായി കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമു എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയില്. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? ഒരു സഹായം. ഈ ബുക്കൊന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു, ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മര്യാദ 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 മര്യാദ. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴപ്പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ. അപ്പോഴേക്കത് പേപ്പറിൽ വന്നു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അടുത്ത്. സാറോ? സാറെന്താ ഇവിടെ? ഇവനെ തനിക്ക് നേരത്തെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹമാണ് വഴി ചോദിച്ചു നടന്ന എന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടാക്കിയത്. നല്ല സാറാ. ഇവൻ സൂര്യസിംഹൻ, എന്റെ മൂത്ത മോന. സൂര്യസിംഹൻ, ചന്ദ്രസിംഹൻ, സിംഗം 1 and സിംഗം 2. അച്ഛാ, ഒന്ന് വന്നേ. ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേടാ, നീ വന്ന് കഴിക്കേ. അച്ഛാ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓ, ഇവൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. രാമു കഴി. നീ പാടാ. എന്താടാ വീട്ടിലൊരു അതിഥി വന്ന നേരത്തെ ഇങ്ങനെ പെരുമാറാ? അയ്യോ കുഴപ്പമില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എന്നെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കണ്ടാൽ മതി. എന്താ സൂര്യ, എന്താ കാര്യം? അച്ഛൻ ആദിത്യ മര്യാദയിൽ സൽക്കരിച്ചിരുത്തിട്ടുള്ളവൻ ആരാണെന്നറിയോ? അവൻ നമ്മുടെ അതിഥിയല്ല. ഇളയച്ചനെ വെട്ടിക്കൊന്ന പുതുക്കോട്ടയിലെ വീരഭദ്രന്റെ മകനാണവൻ. ഇനി എന്ത് നോക്കി നിൽക്കുക? ആ വാളങ്ങതാ.
ഇപ്പൊ തന്നെ വെട്ടിയെറിഞ്ഞ് കുഴിച്ചു മൂടിയേക്കാം. ചന്ദ്രസിംഹ വേണ്ട. വേണ്ടെന്നോ? നിന്നേക്ക 10 ഇരട്ടി പകയുണ്ട് എനിക്ക്. ഈ തറവാടിനുള്ളിൽ രക്തം വീഴരുത്. വീണാൽ കോവിൽ അശുദ്ധമാകും. അന്നപൂർണേശ്വരി രുദ്രകാളിയായി ഭാവം മാറും. മറ്റൊന്ന്, ഒരു കാരണവശാലും എൻ്റെ അമ്മ അറിയരുത് ഇവിടെ ഒരു കൊല നടക്കാൻ പോകുന്ന കാര്യം. അറിഞ്ഞാൽ ആ ദയാദാക്ഷിണ്യത്തിൽ അവൻ രക്ഷപ്പെടും. ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. 30 കൊല്ലം കാത്തു നിന്നില്ലേ? കുറച്ചുകൂടെ ക്ഷമിക്കേ. അവൻ പടിവാതിൽ കടന്നാൽ ഉടൻ വെട്ടി അരിയണം അവന്റെ തല വേറെ ഉടല് വേറെ. അവന്റെ ഒരു കരച്ചില് പോലും അകത്ത് കേൾക്കരുത്. ചന്ദ്രസിംഹ പറഞ്ഞേക്ക് നമ്മുടെ ആളുകളോട്. രുദ്ര, ഓ, അകത്തുള്ള അതിഥി നമ്മുടെ ആജന്മ ശത്രുവാ. അവൻ ഈ പടിവാതിൽ കടന്നാലുടൻ വെട്ടി നുറുക്കണം. ഒരൊച്ച പോലും അകത്ത് കേൾക്കരുത്. അമ്മേ, അച്ഛനോട് പറഞ്ഞ് ചിലപ്പോ നടന്നേക്കും. കേൾക്കണ്ട. പിന്നെ അതുമില്ലെന്നേ, പിള്ളേർക്ക് വേണ്ടിയല്ലേ. ഇതാര്? ഇതെന്നെ ചേട്ടനാ. ഇയാൾ എവിടെയായിരുന്നു ഇതുവരെ? ഉറങ്ങുമായിരുന്നു. ഓ, അവൻ എപ്പോഴും ഉറക്ക. ഉമ്മകർണനാ? മക്കൾ അങ്ങോട്ട് മാറിയിരിക്കെ. അച്ഛാ, രാമുവിന് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന്. നടുവിന് വേദന കുറവുണ്ടോ രാമു? വേദന കുറവൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുത്തുക. കുറുക്കന്റെ ബുദ്ധിയല്ലേ തനിക്ക്? ഒരപകടത്തിൽപ്പെട്ട അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാല്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പൊട്ടിവീണ ഊഞ്ഞാലിൽ നിന്ന് അതിവിദഗ്ധമായല്ലേ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്. സമയം നല്ലതാണെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും രക്ഷപ്പെടും. മോശമായാൽ ഇതുപോലൊരു ബ്ലേഡ് മതി ജീവനെടുക്കാൻ. ജന്മം നൽകിയവരുടെ പാപഫലങ്ങൾ മക്കൾ അനുഭവിച്ചേ പറ്റൂ. അതിന് പാവം മക്കളെന്ത് പിഴച്ചു? മാതാപിതാക്കളുടെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുണ്ടെങ്കിൽ പാപത്തിലും പങ്കു. താൻ തൻ്റെ അച്ഛൻ്റെ ഡിപ്പോസിറ്റ് തുക മേടിക്കാനല്ലേ വന്നത്? അതുപോലെ ഇന്ന് നിന്റെ കാര്യം തീർക്കാൻ എനിക്ക് പറ്റിയില്ല. നാളെ തീർത്തു തരാം. ഞാൻ പോസ്റ്റ് ഓഫീസിലെ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനെ പേടിപ്പിക്കാൻ ലൈറ്റ് ഇട്ട് നിൽക്കുക.
2 മണിയോ? ദിവസം ഇങ്ങോട്ടെ എണ്ണമെത്തിയനിയ ചക്ക വീണു മുയൽ ചത്ത പോലെ ഇനി എപ്പോഴും നടക്ക ഇങ്ങോട്ടെ നിന്റെ അന്ത്യമനിയ രാവിതൊന്നു മാത്രം നിനക്കായി ബാക്കിയുണ്ട് തനിയ മേലെ നോക്കി ഇനി താരമെണ്ണു അതിനില്ല പോലും സമയം കണ്ടെത്താൻ വേറെ എന്തു വഴി നീ Hi, have a nice day. Thank you. അല്ല, നടുവേദന മാറിയോ? ഞാനത് മറന്നു. മറന്നോ? അല്ലല്ല, പറയാൻ മറന്നു. അത് ഇന്നലെ ഒരു 12:15 നടുവേന പോയി കേട്ടാ. ഒരു പ്രശ്നമില്ല, നടുവെച്ച് ഞാനിപ്പോ എന്തും ചെയ്യും. അപ്പൊ പിന്നെ പോകാം അല്ലേ? രാവിലെ തന്നെ നിന്റെ പണി തീർത്തേക്കാം. എന്ത് പണി? പോസ്റ്റ് ഓഫീസിലെ പണി. അതൊക്കെ ഇപ്പോ സാറൊക്കെ ഇനി എഴുന്നേറ്റ് വരണ്ടേ? സാർ എഴുന്നേറ്റ് റെഡിയായി നിനക്ക് വേണ്ടി കാത്തിരിക്കുക. വാ. എന്റെ ബാഗ് ബാഗ്. അയ്യോ, ഞാൻ കുളിച്ചില്ല. പല്ല് തേച്ചാവോ ഞാൻ? ബൈ.
അച്ഛാ അവൻ കുളിക്കാൻ കയറിയിട്ട് മണിക്കൂർ 2 കഴിഞ്ഞു. പുറത്തിറങ്ങാതെ നമ്മളെ കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കുക. പുറത്തിറങ്ങിയാൽ അവനെ വെട്ടി കൊല്ലുമെന്ന് മനസ്സിലായി. അതും എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അവനെ വരച്ച് പുറത്തേക്ക് എറിയട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഈശ്വരൻ അവന് വിധിച്ച ആയുസ് ഇന്ന് ഇവിടെ വെച്ച് തീരും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നോ? ഇന്നാണ് നിങ്ങളുടെ ഇളയച്ചനെ വെട്ടിക്കൊന്ന ദിവസം. പക തീർക്കാൻ ആ ദിവസം തന്നെയാണ് ഈശ്വരൻ നമുക്ക് തന്നത്.